UAE-യിൽ അതിശക്തമായ മഴയും ഇടിമിന്നലും തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജും പൊതു പാർക്കുകളും അടച്ചുപൂട്ടാൻ നിർദ്ദേശം വന്നുവെന്നും വിവരം ലഭിക്കുന്നു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയി റിപ്പോർട്ട് ലഭിക്കുമ്പോൾ എന്താണ് UAE-യിൽ സംഭവിക്കുന്നത്? മഴയും കാറ്റും കാര്യമായിട്ട് തന്നെ ഉണ്ടോ? ഗുഡ് മോർണിംഗ്. UAE-യിൽ അപൂർവമാണ് ഇത്തരത്തിൽ വലിയ മഴ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വാർത്തയുമാണത്. ഇത്തവണ UAE-യുടെ എല്ലാ മേഖലയിലും, അത് അബുദാബിയിലും അജ്മാനിലും ദുബായിലും ഷാർജയിലും റാസൽ ഖൈമിലും അടക്കം വലിയ അതിശക്തമായ മഴയാണ്. അത് മാത്രമല്ല ഇടിമിന്നലോടുകൂടിയ മഴയാണ് UAE ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാർക്കടക്കം എല്ലാവർക്കും പുറത്തിറങ്ങാൻ വലിയ കർശനമായ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പുറത്തിറങ്ങരുത്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം UAE-യുടെ എല്ലാ മേഖലയിലും 7 മേഖലയിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നാണ് നിർദ്ദേശമുള്ളത്. ജീവനക്കാർക്ക്, പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാർക്ക്, ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വർക്ക് ഫ്രം ഹോം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നും കൂടിയാണ് മഴയുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഒപ്പം തന്നെ റോഡ് യാത്രക്കാർക്ക്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെല്ലാം പറയുന്നതിനപ്പുറത്തേക്ക് റോഡ് ഗതാഗതത്തെ വലിയ രൂപത്തിൽ ദോഷകരമായി ബാധിക്കുന്ന രൂപത്തിലാണ് മഴയും ആ വെള്ളപ്പൊക്കവും വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UAE-യുടെ പല ഭാഗങ്ങളിലും റോഡ് ഗതാഗതത്തിന് കർശനമായ നിയന്ത്രണമുണ്ട്. റോഡിൽ ഇറങ്ങരുത്. അതുമാത്രമല്ല വാഹനങ്ങൾ അണ്ടർ ബൈപ്പാസുകളിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ട്. അത്തരത്തിൽ വലിയ രൂപത്തിൽ നിയന്ത്രണം UAE-യുടെ എല്ലാ മേഖലയിലുമുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ റാസൽ ഖൈമയിൽ ഒരു മലയാളി മഴയുമായി ബന്ധപ്പെട്ട അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. മലപ്പുറം സ്വദേശിയാണ്. അങ്ങനെ മലയാളികളെ കൂടി വലിയ രൂപത്തിൽ ദോഷകരമായി ബാധിക്കുന്ന രൂപത്തിലാണ് കനത്ത മഴ UAE-യുടെ 7 മേഖലയെയും ബാധിക്കുന്നത്. അതിൽ മഴയോടൊപ്പം തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമാണ്. അത് വീടുകൾക്കകത്ത് താമസിക്കുന്നവരോടും കടുത്ത ജാഗ്രത തന്നെ പുലർത്തണമെന്ന് കൂടി സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട്. റോഡ് ഗതാഗതം, അതിനൊപ്പം തന്നെ വിമാനയാത്രക്കാർ ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂൾ അനുസരിച്ച് വിമാനത്താവളങ്ങളിലേക്ക് പോയാൽ മതി എന്നുകൂടി സർക്കാരിൻ്റെ ഭാഗത്ത്, അത് എല്ലാ വിമാനത്താവളങ്ങൾക്കും ആ നിർദ്ദേശമുണ്ട്. ഫ്ലൈറ്റുകളുടെ ഷെഡ്യൂളുകൾക്ക് അനുസരിച്ച് മാത്രം വിമാനത്താവളങ്ങളിലേക്ക് പോകുക എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും കൂടി ഈ ജാഗ്രത വേണം. ഇന്നുകൂടിയായിരിക്കും കനത്ത മഴ എന്നുകൂടിയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. UAE-യിൽ കനത്ത മഴയും കാറ്റും തുടരുമെന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.